സിനിമാ സെറ്റിലെ ലഹരി ഉപയോഗത്തിൽ നടൻ ഷൈൻ ടോം ചാക്കോക്കെതിരെ പരാതി നൽകി നടി വിൻസി അലോഷ്യസ്. ഫിലിം ചേംബറിനും ICCക്കുമാണ് പരാതി നൽകിയത്. അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കാൻ താരസംഘടന AMMAയുടെ തീരുമാനവുമുണ്ട്. MK ഷുക്കൂർ ചേരുന്നുണ്ട്. ഷുക്കൂർ, ഈ കേരള പോലീസിന് തന്നെ തലവേദനയായ കടവന്ത്ര കൊക്കൈൻ കേസിലെ പ്രതിയായിരുന്നു. കുറച്ചു ദിവസം മുമ്പാണ് കുറ്റവിമുക്തനാക്കപ്പെട്ടത്. ആ ഷൈൻ ടോം ചാക്കോക്കെതിരെയാണ് ഇപ്പോൾ വിൻസി പരാതി നൽകിയിരിക്കുന്നത്. നടനെ വെളിപ്പെടുത്തിയില്ല എന്നൊക്കെയായിരുന്നു നേരത്തെ വിൻസിയുടെ വെളിപ്പെടുത്തലുമായി വന്നിരുന്ന പ്രശ്നങ്ങളും വിവാദങ്ങളും ഒക്കെ. ഇപ്പോൾ വെളിപ്പെടുമ്പോൾ എങ്ങനെയായിരിക്കും ഇനി ഇതിലെ അന്വേഷണം? ICCയും ഒപ്പം ഫിലിം ചേംബറും നടത്തുക. ICCക്കും ഒപ്പം തന്നെ ഫിലിം ചേംബറിന് നൽകിയ പരാതിയിൽ വിൻസി അലോഷ്യസ് എവിടെയാണ്, എങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായതെന്ന് കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. ഒരു തെലുങ്ക് നിർമ്മാണ കമ്പനിയുടെ സിനിമയായ സൂത്രവാക്യം, ആ സിനിമയുടെ നിർമ്മാണം ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. അടുത്ത ജൂൺ മാസത്തിലാണ് അതിന്റെ റിലീസിംഗ് തീരുമാനിച്ചിട്ടുള്ളത്. ഇതിലെ നായകൻ ഷൈൻ ടോം ചാക്കോയും നായിക വിൻസി അലോഷ്യസുമാണ്. ജനുവരി ആദ്യ വാരത്തിലാണ് ഈ സിനിമയുടെ ഷൂട്ടിംഗ് എല്ലാം പൂർത്തിയായത്. അതുകൊണ്ട് തന്നെ ഇതിനകം റിലീസ് ചെയ്യാത്ത ഈ സിനിമയിൽ ഉണ്ടായ അനുഭവമാണ് വിൻസി അലോഷ്യസ് കഴിഞ്ഞ ദിവസം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ തുറന്നു പറഞ്ഞത്. അത് പറഞ്ഞതിന് ശേഷം അവർക്ക് വലിയ പിന്തുണ സാമൂഹ്യ മാധ്യമങ്ങളിലും പിന്നീട് സിനിമാ സംഘടനകളുടെ ഭാരവാഹികളിൽ നിന്നും അവർക്ക് ലഭിച്ചു. തുടർന്നാണ് അവർ ഈ സിനിമാ സംഘടനകൾക്കും ഒപ്പം തന്നെ പോലീസിനുമെല്ലാം പരാതി നൽകാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചത്. ഇതിനകം ഫിലിം ചേംബറിനും ഈ സിനിമയുടെ ആഭ്യന്തര അന്വേഷണ സമിതിക്കും അവർ പരാതി നൽകി കഴിഞ്ഞു. അവരുടെ നടപടി സംബന്ധിച്ച് ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. ഒപ്പം തന്നെ പോലീസും എക്സൈസും ഇതിനകത്ത് ഇവരുടെ മൊഴിയെടുത്ത് നടപടി തുടങ്ങാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ സിനിമ ഏതാണെന്ന് വ്യക്തമായതോടുകൂടി ഷൈൻ ടോം ചാക്കോയാണ് ഈ ആരോപണ വിധേയൻ എന്ന് വന്നതോടുകൂടി കൂടുതൽ പ്രതികരണങ്ങൾ ഇപ്പോൾ സിനിമാ മേഖലയിൽ നിന്നും വന്നുകൊണ്ടിരിക്കുകയാണ്. സൂത്രവാക്യം എന്നുള്ള സിനിമ പൂർത്തിയായെങ്കിലും അതിന്റെ റിലീസിംഗ് ജൂൺ മാസത്തിൽ മാത്രമാണ് നടക്കാൻ പോകുന്നത്.